സദാശിവൻ അണ്ണയ്ക്ക് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അന്നം കൊടുക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇത് കൃഷി ഒരു ധർമ്മം കൂടിയാണ് അല്ലേ. ഈ ധർമ്മം ചെയ്യാൻ വരുന്ന തലമുറയ്ക്ക് ഇത് കൈമാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 20-ാം വാർഡ് ചെറുകോളി മംഗൽപാടി, അതുപോലെ 19-ാം വാർഡ് മള്ളങ്കൈ, അതുപോലെ 7-ാം വാർഡ് പ്രതാപ് നഗർ ഒക്കെ സംഗമിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മംഗൽപാടി ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട സദാശിവൻ അണ്ണൻ, ഒരുപാട് ആളുകൾക്ക് ഈ പ്രദേശത്ത് അറിയാം. സദാശിവൻ അണ്ണൻ ഹേമാവതിയുടെ ഭർത്താവാണ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ അണ്ണൻ ഇവിടുത്തെ മുൻ ജനപ്രതിനിധിയാണ്. സമാനന്ദൻ, അതുപോലുള്ള 19-ാം വാർഡ് മെമ്പർ അടക്കമുള്ള നമ്മുടെ കൃഷി ഓഫീസർ, അസിസ്റ്റൻ്റ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ഇന്ന് കൊയ്ത്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ആ കൊയ്ത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ 10 ഏക്കറോളം സ്ഥലത്ത് അല്ലെ, ഏകദേശം 100 ക്വിൻ്റോളോളം അരികൾ കൊയ്യാറുണ്ട് ഇടുന്ന്. ഇത് പ്രിയപ്പെട്ട സദാശിവൻ അണ്ണൻ്റെ സ്ഥലമല്ല, പക്ഷേ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഇവിടെയുള്ള പല ആളുകളിൽ നിന്നും പാട്ടത്തിന് ഭൂമിയെടുത്ത് ഇവിടെ കൊയ്ത്ത് അരി സംബന്ധമായുള്ള നെല്ല് കൃഷി ചെയ്യുകയാണ്. പൂർണ്ണമായി സഹായിക്കാൻ മംഗൽപാടി പഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ട്. ഇനി വരുന്ന ആളുകൾ, പ്രിയപ്പെട്ട തൊഴിലാളികൾ കിട്ടാത്ത സമയത്ത് തൊഴിലാളികളെ ഇവിടെ സംഘടിപ്പിച്ച് തുച്ഛമായ കൂലി പോലും അവർ സ്വീകരിച്ച് ഈ തൊഴിൽ, ഈ ഒരു സംഭവം ഈ നാട്ടിൽ നിലനിൽക്കണമെന്നുള്ള സപ്പോർട്ട് ചെയ്യുന്നത്, ഫുൾ സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പരിപാടിയാണ്. ഇവിടുത്തെ കർഷകരെ കൂടെ നിൽക്കണം, പ്രിയപ്പെട്ട ആളുകളെ ഒന്ന് കാണണം, സംസാരിക്കണം. വരാൻ പോകുന്ന ബജറ്റിൽ പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ എന്തൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടി വെക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. നമ്മൾ തിന്നുന്ന ഭൂരിഭാഗം ഭക്ഷണങ്ങൾ പുറത്തുനിന്നുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ, അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും, പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തതാണ്. ഇനി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇപ്പോഴും ഒരുപാട് കണ്ടങ്ങൾ ഇവിടെ കൃഷി ചെയ്യാതെയുണ്ട്. പ്രിയപ്പെട്ട സദാശിവൻ അണ്ണനോട് പറയുന്നത്, ഇത് ചെയ്യാൻ ഒരു പ്രസിഡന്റ് എന്ന നിലയിലും ഈ നാട്ടിലെ ഒരു പൗരൻ എന്ന നിലയിലും ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധം ഉപയോഗിച്ച് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ഒരു കണക്റ്റിംഗ് റോഡ് കിട്ടുന്നുണ്ട്, ചെറുകോളി ടു പഞ്ച. അത് വരുന്ന ദിവസം പരിശോധിക്കുകയാണ്, അത് നോക്കാൻ വേണ്ടി പോകണം. അതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഇവർക്കുണ്ട്. അടിയന്തരമായി അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ളത് കൊയ്ത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ ഔപചാരികമായ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നതും ഇത് ചെയ്യുന്നതും. ഒരുപാട് പ്രാവശ്യം ജനപ്രതിനിധികളായിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അവസരം കിട്ടുന്നത് ആദ്യമാണ്. കാള് പ്രധാനപ്പെട്ട ഓക്കെ. അപ്പോ അപ്പോ ഇതൊരു തൊഴിലല്ല, ഇത് ഏറ്റവും വലിയ ദൈവത്തിന്റെ അനുഗ്രഹം, പുണ്യ കർമ്മമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ സഹായവും ഉണ്ടാകും. എന്തൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായും കൃഷി ഓഫീസറുമായി സംസാരിച്ച് നോക്കാം. അതെന്താണ് സംഭവം നോക്കണം, ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട്.